മിനീസ് കിച്ചൺ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈയുടെ വീഡിയോ ആണ് കേട്ടോ. അതിനായി 500 ഗ്രാം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണം. ഇനി എരിവിന് ആവശ്യത്തിന് നമ്മുടെ വീട്ടിലെല്ലാമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും അല്പം ചിക്കൻ മസാലയും കൂടി ചേർക്കാം. ഇനി അല്പം ഗരം മസാലയും കുരുമുളക് ചതച്ച് വെച്ചതും ചേർത്ത് കൊടുക്കണം. ഇനി ഒരു ചെറുനാരങ്ങയുടെ അരമുറിയുടെ ജ്യൂസ് അതിലേക്ക് ചേർക്കാം. തൈരുണ്ടെങ്കിൽ അതാണ് ചേർക്കുന്നത് നല്ലത് കേട്ടോ. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് 2 സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർക്കുക. ഇനി 1-2 കോഴിമുട്ട ബീറ്റ് ചെയ്തതോ അല്ലാതെയോ അതിലേക്ക് ചേർക്കാം. ചിക്കൻ ക്രിസ്പി ആയിരിക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് അരിപ്പൊടി. അത് 1-2 സ്പൂൺ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് പൊടിയായാലും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റിന് ശേഷം ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ ചിക്കനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. 10 മിനിറ്റോളം അടച്ചു വെച്ചതിന് ശേഷം ചിക്കൻ്റെ മറുഭാഗം മൊരിയുന്നതിന് വേണ്ടി ഓരോന്നായി എല്ലാം മറിച്ചിട്ട് കൊടുക്കണം. വീണ്ടും സിമ്മിലിട്ട് 10 മിനിറ്റിന് ശേഷം ചിക്കൻ നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇനി അതിലേക്ക് പച്ചമുളക് കീറിയതും കറിവേപ്പിലയും കൂടി എണ്ണയിൽ മൊരിച്ചെടുത്ത് ചേർത്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റി ചിക്കൻ ഫ്രൈ റെഡിയാണ്. ക്രിസ്പിയാണ്, മസാലയൊന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അഭിപ്രായം പറയണം. ഷെയർ ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.